അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പേര് ഹെയർ കട്ടിംഗ് ചാലഞ്ച്. ഹെയർ കട്ടർ ചാലഞ്ച്. സംഭവം കൊളായി. നീ നാളെ ഈ സൈഡിൽ നോക്കൂ, കറക്റ്റ് ഷാരൂഖ് ഖാന്റെ വരില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യാ? കട തുറന്നിട്ട് ഓനെ മറ്റടുത്ത് ചലഞ്ച്. കട തുറന്നിട്ടില്ല, ഞാൻ എന്താ കാട്ടിഞ്ഞി ഫൈനൽ. പണ്ടറക്കാല കോളാക്കി കഴിച്ചു. കോളാക്കി കഴിച്ചു. പോയില്ലേ? ഇങ്ങനെ പിടിക്കടാ, അങ്ങനെ പിടിക്കണല്ലേ? അത് ചെയ്യണ്ടെന്നാ അവിടെ കൊളായെങ്കിൽ ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ചലഞ്ച് ആയിട്ടോ വന്നിട്ടുള്ളത്. ചലഞ്ച് എന്താ അറിയോ? അതറിയോ? ചലഞ്ച് ഉണ്ടാക്കി. അപ്പൊ എനിക്കെല്ലാരും അതായത് ഇന്നത്തെ പ്രത്യേകിച്ച് ചലഞ്ച് ഒന്നുമില്ല. ചലഞ്ച് എന്താന്ന് വെച്ചാൽ ചലഞ്ച് ചെയ്യാൻ പിന്നെ ചലഞ്ച് എന്ന് പറയുന്നത് ചലഞ്ച് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു അതാണ്. അതായത് ഞാനിപ്പോ ഇവരോട് കാര്യം ചെയ്യാൻ പറയണെങ്കിൽ അതാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ച് പറഞ്ഞത്. പക്ഷെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന പേപ്പർ നിന്നിട്ട് ഇപ്പൊ ഞാനാണ് ഇവനെ കൊണ്ട് ചലഞ്ച് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പേപ്പറിൽ നിന്ന് എനിക്ക് പ്രജിത്ത് എന്ന് പേര് ഇടണം. ഇവൻ ഇന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇവന് എന്റെ പേര് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവന് ചലഞ്ച് ചെയ്യിപ്പിക്കണം. അവരെ എന്താണ് എന്റെ എങ്ങനെ അടിക്കണ ചലഞ്ച് എന്താണ് എന്റെ ആഗ്രഹം? ഇന്നെ വെച്ച് ചെയ്യാൻ അടിച്ചാടി എനിക്ക് വളരെ നൊന്തു. അതിന് ഇവിടെ പകരമായി ഞാൻ നിന്റെ ഈ തല ഞാൻ എടുക്കുന്നു. പറ്റാത്ത രസമാണ്. തലയിലെ ഈ മുടി ഞാൻ എടുക്കുന്നു. തലയില് മുടി അതൊന്നും പറ്റില്ല. വെട്ടും കൊറേ കാലം വിചാരിക്കും. എന്താ മുടി ആരെ പരിപ്പിക്കണ ആയിക്കോട്ടെ. അത് വെട്ടാൻ പറ്റും. ക്ലിയർ നീറ്റ് ആയിരിക്കണം. പിന്നെ എട്ടം ഫലം നോക്കാൻ ഞാൻ ചെയ്തിരിക്കും. എന്നായിക്കോട്ടെ ഗൈസ്, ചലഞ്ച് അക്സെപ്റ്റഡ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പേര് ഹെയർ കട്ടിംഗ് ചലഞ്ച്. ഹെയർ കട്ടർ ചലഞ്ച്. ഞാൻ ഇവനെ ഇന്നത്തെ രേഖം വിചാരിച്ചിരുന്നു. അതിന് വെടി ഉണ്ടാക്കാൻ മാത്രം പോരാ, വെടി വെക്കാനും പറയണം. ഇതൊരു വീഡിയോ. പ്രണവ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിനടാ. അത് സാധാ വെടില്ല, കാട്ടുപിടി. ആദ്യം പറഞ്ഞ ഡയലോഗ് പുഷ്പമാണ്. അപ്പൊ ഗൈസ് ഇവന്റെ തല നമ്മൾ വെട്ടും. ഇവന്റെ കരച്ചിൽ കേൾക്കുമ്പോഴുള്ള സുഖം. ഇവന്ന് ഇന്നെ ഞാനൊരു താജ്മഹൽ പണിയും. സുബൈർമാലിക്ക് ആക്കാൻ പോണ മക്കളെ. സുബൈർ മാലിക് മക്കളെ മലപ്പുറം അങ്ങാടിത്തെ ഷാരൂഖ് ഖാൻ ആകുമ്പോ മലപ്പുറം അങ്ങാടിത്തെ ഷാരൂഖ് ഖാൻ. तुमसे मिलके दिल का है जो हाल क्या कहे. അമ്മന്റെ സാരിയൊക്കെ ചുറ്റുന്നു. ഞങ്ങക്ക് വേറെ തുണി കിട്ടില്ല. വേറൊരു കാര്യണ്ട്. അതൊക്കെ കുറച്ച് കാണിച്ചു ഒക്കെ കൂടി ഒപ്പടിക്കണ്ട. കുറച്ച് കെട്ടത് കുറച്ച് കിട്ടി. മുരുക പുലി മുരുക ഇത് അങ്ങനെയുള്ള എന്റെ മകനെ മുരുകൻ സോറി ബദ്രിങ്ങളെ അങ്ങനെയുള്ള എന്റെ മകനെ പുലി കൊണ്ടുപോയി മുരുകൻ വരണം എല്ലാ കാര്യങ്ങളും തീർക്കാൻ.
കൊല്ലം ഇതെങ്ങനെ ചുറ്റപ്പോ അത് ഈ ചുറ്റും സാരി സുഖല്ലോ ഇത് സാരി അല്ലല്ലോ ഇത് സാരി അല്ലല്ലോ എന്താ ചൂട് മുടിയിട്ടണം ഇത് ട്രൗസർ മുടിയിടണം അല്ല ഉള്ളിൽ ഡ്രസ് ഉണ്ട് പറയാം ഗൈസ് ഇവിടെ എന്തൊക്കെ നടക്കുന്നേ ഒന്നും ചെയ്യാം വെള്ളം മാറി ചെറുതായിട്ട് എല്ലാം തേച്ചതാ बच्चा परिष्कारी बच्चा मलयाली ഒന്ന് നോക്കട്ടാ നാച്ചുറൽ ആണ് എനിക്ക് വേണ്ടത് ആ ഇജ്ജ് പറയ് ഏതാ വേണ്ട എന്തും ക്ലിയർ ആയി അച്ഛൻ പറയാ മൊത്തം മൊത്തം എടുത്തോളൂ വേണ്ട എനിക്ക് ക്ലിയർ ആക്കി അത് കഴിയുമ്പോ എടുക്കേണ്ടി വരും അത് കഴിയുമ്പോ അറിയോ ഇത് ഇതിന്റെ അളവ് അറിയോ അളവ് മനസ്സിലാ അളവിക്കുന്നറിയാം പഠിച്ച ഇത് 10 ഏറ്റവും കൂടിയത് ഇതിട്ട് അടിച്ചോ ഇവിടെ വരട്ടാ മുഴുവൻ പോരുവേ മൊത്തം ഫ്രണ്ട് എടുക്കണോ ബാക്ക് എടുക്കണോ എന്റെ കാര്യം കട്ടമൊക്കെയാണ് ഫ്രണ്ടും ബാക്കാ ആദ്യം ഇവിടെ എടുക്കണം ആദ്യം ഇവിടെ വെറുതെ എടുക്ക് അത് നോക്കിട്ടാ കൊറേ കാലായി ആരെങ്കിലും ഒക്കെ മുടി വരാം ഇങ്ങനെ തല കിട്ടുമോ അന്വേഷിക്കുകയാണ് ആദ്യം സൈഡ് കൂടുതൽ പോകും ചീർപ്പിച്ചു അതാകുമ്പോ കൊല്ലാതെ പോവില്ല കുറച്ചെങ്കിലും ഉണ്ടോ വേണ്ട അല്ല ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഞാൻ കാണിച്ചരാ വേണ്ട ഞാൻ ട്രിമ്മർ എടാ തോലെ പോ ഇല്ല ഇത് ആയില്ലടാ പേടി പാടിയാ അവിടെ മുടി പോയല്ലോ മുടി പോയി ഇതൊരു സുഖല്ല അതിന് മുഴുവൻ മുടി വന്നു ഇത് അവർക്ക് ഞാൻ നോക്കട്ടെ അവർക്ക് ട്രൈ ഫെയിൽ ഫെയിൽ ബെറ്റർ ചാർജ് ചെയ്ത കഴിഞ്ഞു പറയാം ചാർജ് ചെയ്ത കഴിഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ബാർബർ ഷോപ്പ് ചെയ്യാം ഒരു സിഗര എടുക്കുക ഇതെന്താ കാട്ടുന്നത് ആ കൊളവപ്പത് ഇല്ല ഇങ്ങനെ എടുത്താ ശരി ഞാൻ അവർക്ക് ഇങ്ങനെ നിൽക്കാം പഠിക്കുന്നതൊക്കെ ഇങ്ങനെ പഠിക്കുക മൊത്തത്തിൽ അത് എടുക്കും അങ്ങടാ അടങ്ങിയില്ലോ ഉള്ളിന്ന് വല്ലാതെ പോവല്ലേ ഓട്ട അങ്ങനൊന്നല്ലേ ഇവനറിയില്ലട്ടാ കൊളാവൂട്ട പ്രണവ ഇനി അവിടെ എടുക്കണം പോയിട്ട് നല്ലോണം ഈശ്വരാ എന്തൊക്കെയാ കാട്ടുന്ന ദൈവത്തിന് അറിയാം അയ്യോ ചുക്കവോട് പിടിക്കണം ചെയ്തോ പ്രണവ ഇവിടെ ഇങ്ങനെ പിടിക്കടാ അങ്ങനെ പിടിക്കണേ ഇങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി സംഭവം തന്നെ കൊള്ളായിരിക്കും നമ്മള് മിഷയം വെച്ച് നമ്മൾ നാച്ചുറൽ നാച്ചുറൽ തന്നെയേ ഇവിടെ കുറച്ച് മുടിയുടെ ഉള്ളിൽ കയറിയടാ
അവിടെ ഇവിടെ സ്റ്റെപ്പ് നിർത്തണത് ഇങ്ങോട്ട് ചെയ്താണ്. ആ മുടി എടുത്ത പോണേ ഇങ്ങോട്ട് എത്രത്തോളം ആക്കണം അത്രത്തോളം പോകും. ഇത് മിക്കവാറും ഇവിടുത്തെ സുന്ദർമാലിക്കും ഉറപ്പാ. ഷാറുഖ് ഖാൻ നീ നമ്മുടെ പത്താമത്തെ ഷാറുഖ് ഖാൻ എല്ലാം മുട്ടടിച്ച അതാവും മിക്കവാറും. ഇത് മക്കളെ ഇത് ഈ ചലഞ്ച് എന്റെ ഞാൻ ഒരു ദിവസം മുട്ടടിക്കും. ഇത് എന്റെ ഞാൻ പ്രണവാന്നുണ്ടെങ്കിൽ എന്റെ ഒരു വീട്ടിൽ ഞാൻ മുട്ടടിച്ചിരിക്കും. ഇതേപോലത്തെ ചലഞ്ച് ഇതിപ്പോ ഒന്നും എടുക്കൂല. കണ്ടോ എന്റെ ചാർജ് തീരുവോ? കറക്റ്റ്. ഇത് പിടിക്കാൻ എയിമാണോ? ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഞാൻ പിടിക്കാം. അപ്പൊ കൈവഴക്ക് ഞാൻ വേർത്തത് ഒന്നുകൂടി ടെൻഷൻ കൊണ്ട് വരുത്താൻ കൂട്ടിയിരുന്ന എങ്ങനെ കൂട്ടിരുന്നാവോ മുൻപേർപ്പിക്കല്ലേ എന്താണ് അതോ അല്ല അത് വിട്ട് നിർത്തിക്കോ ബാക്ക് നോക്കാം. അതാണ്ട് നല്ലത് ചെയ്തോ നല്ലത് കിട്ടണേ. ഞാനൊരു കുറ്റിന്റെ പുറത്താന്ന് നോക്കി നിങ്ങള് താത്തി കാണിച്ചു നോക്കി കണ്ട ഗ്യാസ് കറക്കാൻ വെച്ചത് കുറ്റിന്റെ പുറത്താണ്. എന്താ ചെയ്യാ ഗ്യാസിലേക്ക് ഇരിക്കവേ പുള്ളിട്ടോട് ഗ്യാസ് അറിയുകയും ചെയ്യും. പേടി അടുത്ത് ഫുള്ളുണ്ടാക്കിയ മെല്ലെ ചെയ്യണ വെള്ളത്തിന്റെ ചെയ്യണ എനിക്ക് സ്പീഡ് അവിടെ എക്സ്പീരിയൻസ് ഉള്ള സ്പീഡ് ചെയ്യും. എക്സ്പീരിയൻസ് മറ്റത്തെ എക്സ്പീരിയൻസ് മെല്ലെ ചെയ്യാം. അപ്പോഴാണ് കറക്റ്റ്. ചത്തേ ചത്തേ ഒരു പാപശകുനം പിഴയായി ഞാൻ ഈ വീട്ടിൽ നാട്ടിൽ. അങ്ങനെ എന്റെ അവസ്ഥ മക്കളെ. ധാരാന്റെ തലേന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഈ സൈഡൊക്കെ നോക്കാം, ഈ സൈഡൊക്കെ ക്ലിയർ ആയി നോക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? പൊളിയല്ലേ? ഷാറുഖ് ഖാൻ കോപ്പറേറ്റ് വരൂടാ നോക്കണേ. ഷാറുഖ് ഖാനെ ആ 10ാമത്തെ ഷാറുഖ് ഖാനാണ് ഞാൻ. കുറച്ച് ഞങ്ങൾ കാണാം വെട്ടിട്ട്. 10ാമത്തെ ഷാറുഖ് ഖാനാണ്. അയ്യോ മറ്റേ ബ്രൈഡ് എന്താ പറയുന്നത്? ബ്രൈഡോ ബ്രൈഡന്റെ ഇരുന്നിട്ട് ആ സാധനത്തിനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പണ്ടവകാല കോളാക്കി കഴിച്ചു. ഇതൊക്കെ ഒരു വിധിയാണ്. അങ്ങനെ കാണാം. ക്യാമറ ശരിക്ക് പിടിച്ചോ, അതെങ്കിലും ശരിക്കായിക്കോട്ടെ. ബാക്കിയുള്ള കോളായി സംഭവം കൊളായി. നീ നാളെ ഈ സൈഡിൽ നിന്ന് അതെന്ത്
ഗൈസ് നോക്കൂ കറക്റ്റ് ഷാരൂഖ് ഖാന്റെ പേരില്ലേ ഇനിയിപ്പോ എന്ത് ചെയ്യാ കട തുറന്നിട്ട് ചെയ്യാ ഓന്റെ മറ്റടുത്ത് ചലഞ്ച് കട തുറന്നിട്ടില്ല ഞാൻ എന്താ കാട്ടിഞ്ഞി ഫൈനൽ ഒഴിവാക്കി വേഗം ക്ലിയർ ആക്കി തന്ന വല്ലാത്ത ഇടങ്ങാറായി പോയി മക്കളെ. അതൊന്നും വേക്കുന്ന സാധനം പോയി അങ്ങനെ ആക്കല്ലടാ. എന്ത് കാട്ടുന്നത് ഒന്നുമില്ല പേടിക്കണ്ട അപ്ഡേറ്റ് ആക്കണ്ട. ഞാൻ മര്യാദയ്ക്ക് നിർത്താം. ഇല്ല ഇല്ല കൊളന്നാവില്ല കൊളായ എന്റെ മുടി മുട്ടടിക്കും. ആ ഇത് കോളാക്കി മുടി മുട്ടടിക്കൂ. സംശയമില്ല, ഇത് കോളായവന്റെ മുടി മുട്ട. അതല്ല ഇത് ഞാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതോ സമ്മതിക്കും. അതൊരു ചലഞ്ചാണ്. ആ പരന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പരക്കണോ കുനുമുണ്ട് പറയണേ പരക്കണ്ട. ആ ഓറ് പരക്കണ്ടട്ടാ. ഓര് പറക്കണ്ട പറഞ്ഞ ഞാൻ ഉള്ളില് പ്രകാശം അടിച്ചിട്ട് റിഫ്ലക്റ്റിനൊക്കെ വരും. പിന്നെ ഷേവ ചെയ്യാനേ പറ്റുള്ളൂ. ഓറ് പറഞ്ഞ മോനെ അത് പിരിക പോണ കേസം എല്ലാം കുടിച്ചോ. ഈ ഷേപ്പിൽ പിടിക്കടാ. ഈ ഷേപ്പിൽ പിടിച്ചൊക്കെ പോവോ? അപ്പൊ അതിനനുസരിച്ച് മുടിയും പോയിക്കോളൂ. ചിരിക്കാതെ ആ മെയിൻ പറഞ്ഞിട്ടോ അവിടെ മെയിൻ സാധനമാണല്ലോ. മെയിൻ സാധനമാണല്ലോ മുഖത്ത് അവിടെ ഒരു ഷീറ്റ് ഇല്ല അവിടെ കുറച്ചെടുത്ത സാധനങ്ങൾ. ഇത് ക്ലിയറാ? വേറെ മറ്റേ കണ്ട മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഇവനെ മാത്രമല്ലേ കാണുള്ളൂ. അവന് കണ്ടില്ല. ഇപ്പോഴോ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. പണി നവർത്തന ഷോ. ഇന്ന് മനുഷ്യന്റെ കുണ്ടീന്റെ ഉപ്പാട് ഇറക്കി. ഏട്ടൻ എയർലാട്ടാ കേസാണ് മോനെ പറഞ്ഞത്. ക്ഷമിക്കണട്ടെ, കുണ്ടിയെ അറിയാതെ പറഞ്ഞു. ക്ഷമിക്കണം. പന്നി പിന്നെയും പിന്നെയും പറഞ്ഞു. സോറി. കുണ്ടി കയറിയോ അത്ര വലിയ വിളിക്കാൻ പാടില്ല. എന്ത് പ്രശ്നടാ. എന്ത് വിളിക്കാൻ പഠിച്ചത്? കുണ്ടി പറക്കോ കേസാണ് കണ്ടാക്കും ഓന് വരും. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവനും പറഞ്ഞത് കുണ്ടി. കുണ്ടി കേസ് ആയ കേസാ. കുണ്ടി കേസിൽ പ്രണവ് പ്രജിത്ത് അറസ്റ്റ്. മാറി അച്ചാതി പരിതാപകരല്ലേ. മയമാ അങ്ങനെ പിടിക്കാൻ കാട്ടി വരെ കൊലക്കേസ് ചെയ്ത് പിടിക്കണം. പോയി സൗണ്ട് അങ്ങനെ അല്ല അടക്കി പോയില്ലേ. അത് ചെറിയ മുടി എങ്ങനെയൊക്കെ ആക്കിയിരിക്കണം എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. അല്ല ഞാൻ കണ്ടിട്ട് അത് പറട്ടെ. അപ്പൊ നീ ഇത് ഇവിടെ വരച്ചണോട്ടാ. ഇത് ഷേപ്പ് ആക്കും. നിങ്ങൾ റേറ്റ് ചെയ്യട്ടെ എത്ര ഇതിന്റെ മാർക്ക് എത്ര കൊടുക്കാതെ നിങ്ങൾ? 10 10 ഔട്ട് ഓഫ് 10 മാർക്ക് ചെയ്യാം. തുടങ്ങിയോ? ഏകദേശം തീരുമാനമായിട്ടാ. ഇപ്പൊ എന്റെ മുടിയായിട്ട് വെട്ടണം. അറിയോ ചലഞ്ചിലൊന്നും ഞാനില്ല. എന്റെ പണ്ട് ചതിച്ചിട്ടുണ്ടല്ലോ. ആ വീഡിയോ മുകളിൽ കൊടുക്കാം. അതുണ്ട് കേട്ടോ. പക്ഷെ ഇത്ര വൃത്തിയാട്ടെ. അതിലേതാ വൃത്തി നമ്മൾ കമന്റ് ചെയ്യാം. എങ്ങനെ ദൂര ഈ മുഖം ക്ലിയർ ആക്കിട്ട് വരട്ടോ. ഒരു മിനിറ്റ്.
അപ്പൊ ഗൈസ് കടൽ ഇതാണ് കാറ്റിന്ന്. നമ്മുടെ അവസാനത്തെ ഔട്ട്പുട്ട്. ഇത് നിങ്ങൾ വിചാരിക്കണ്ടാവും ഇത് കടയിൽ നിന്ന് ചിലപ്പം വെട്ടിയാണ്. അല്ല പറയടാ, ഈ പൊട്ടം വെട്ടിയാണ്. അല്ല 100-110% വിശ്വസിക്കാം. വാടക നിങ്ങൾ കൊണ്ട് പോരി വിശ്വസിക്കാത്തവര്. ഞാൻ വെട്ടി തരാം. പൈസ കൊടുക്കണ്ടേ? പൈസ ആ ഞങ്ങളുടെ ആ ഇങ്ങോട്ട് ആ ഓക്കെ. ഷാറുഖ് ഖാന്റെ അൽവാസിനായിരിക്കാം. ഞാൻ ഒന്നും ഉറങ്ങിയില്ല. ഈ സൈഡാ? ഈ സൈഡൊക്കെ പിന്നെ വൃത്തിയാക്കിയതാ. ഈ സൈഡോ? വൃത്തിയായില്ലേ? ഈ ബാക്ക് ഒച്ചത് പറയും ആവേശം. നാട്ടുകാരൊക്കെ കേക്കട്ടെ. അപ്പൊ യെസ്, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക. പക്ഷെ ബൈക്കിൽ